എഡേയ്സ് ലേണിംഗ് സ്റ്റേഷനിൽ വെറുതെ ഒരു കുറച്ച് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അങ്ങനെ പഠിപ്പിക്കുക. അത് വളരെ രസകരമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറം ഒരു കുട്ടിക്ക് അതിനപ്പുറം കുറേ കാര്യങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ് മേഖലയിൽ കുട്ടിയുടെ ഒരു ഇൻ്ററാക്ഷൻ വിത്ത് എക്സ്പേർട്സ്, പല ഫീൽഡിലുള്ള ആളുകളുമായി ആ കുട്ടി ഇൻട്രാക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫുട്ബോൾ താരവുമായിട്ട് കുട്ടിക്ക് ഇൻട്രാക്ട് ചെയ്യാം, ഒരു സിനിമ സംവിധായകനുമായിട്ടും നടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, ഒരു കൃഷിക്കാരനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, നാട്ടിൽ ഒരു മെക്കാനിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, ISROയിലുള്ള ഒരു സയൻറ്റിസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, നാസയിലുള്ള സയൻറ്റിസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം വിദേശത്തുള്ള ആളുകളുമായി ഞാൻ പറയുന്നു, യൂറോപ്പിലുള്ള ഒരാൾ, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള വേറെ ആൾ, ഏഷ്യയിലുള്ള ഒരാൾ, മിഡിൽ ഈസ്റ്റിലുള്ള ഒരാൾ, പിന്നെ ചൈനീസ് മുഖഭാവം, ചൈനീസ് കൊറിയൻ മുഖഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പുള്ള ഒരാൾ, ഇവരൊക്കെ ആയിട്ട് കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 6-7 കൊല്ലമൊക്കെ ഒരു കുട്ടികൾ ഈ എഡേയ്സ് ലേണിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആ സ്റ്റേഷനിലെ ഇത്തരം ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നൊരു കുട്ടിയും കടന്നു പോകാത്തൊരു കുട്ടിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിലൂടെ കടന്നു പോകുന്നൊരു കുട്ടി ആ സമയം കൊണ്ട് ലോകത്തുള്ള പല ആളുകളും കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, അവരെ കേട്ടിട്ടുണ്ടാവും, അവരോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവും, അവരുടെ ആക്സെൻറ്റ്, അവരുടെ നോളജ്, അവരുടെ എക്സ്പെർട്ടൈസ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ചും ഇന്ന് എൻ്റെ വില്ലേജിൽ, എൻ്റെ സംസ്ഥാനത്ത്, എൻ്റെ രാജ്യത്ത് അങ്ങനെ ഒരു ജോലിയില്ല. ഇന്ന് എൻ്റെ ലോകത്ത് ആണ് ജോലി, അഥവാ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആവുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ഏത് ഗ്രാമത്തിൽ സ്കൂളിൽ പഠിച്ചോട്ടെ, പട്ടണത്തിൽ സ്കൂളിൽ പഠിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ദുബായിൽ പഠിച്ച കുട്ടിയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഇപ്പം ഒരു ജില്ലയിൽ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് പഠിച്ച കുട്ടിയാണെങ്കിലും ഒരേ എക്സ്പോഷർ കൊടുക്കാൻ നമുക്ക് കുറേയൊക്കെ ഇതിലൂടെ സാധിക്കും. അത്തരം എക്സ്പേർട്ടുകളെ നമ്മളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം ഒരു ഉദാഹരണത്തിന് ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ, അയാൾ നമ്മൾ സ്കൂളിലേക്ക് എങ്ങനെ കൊണ്ടുവരും? ഇനി കൊണ്ടുവരണമെന്ന് കരുതിയാൽ തന്നെ എത്ര രൂപ ചിലവാണ്, എന്തെല്ലാം പിന്നെ അതിൻ്റെ ഒരു പിന്നെ ചെലവുകൾ, അതിൻ്റെ വിസ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ടിക്കറ്റിങ്, ഇങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ട്രാവലിങ്ങിൻ്റെ ഒക്കെ എല്ലാ എക്സ്പെൻസും ഒഴിവാക്കിയിട്ട് ഒരാളെ നമുക്ക് നമ്മുടെ ക്യാമ്പസിലേക്ക് നമ്മളെ കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ ആ അർത്ഥത്തിൽ വിവിധ ടേസ്റ്റുകൾ, വിവിധ അഭിരുചികൾ, വിവിധ താല്പര്യങ്ങളുള്ള കുട്ടികൾക്ക് അവരുടെ സ്കൂൾ പ്രായത്തിൽ തന്നെ ആ താല്പര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ആളുകളുമായി സംസാരിക്കാനുള്ള, ചോദിച്ചറിയാനുള്ള അവസരം കിട്ടും. ഒരു പൈലറ്റ് അയാൾ കോക്പിറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ, അഥവാ ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിലെ കോക്പിറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികളുമായിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും അത്തരം അനുഭവങ്ങൾ. അപ്പം എഡേയ്സ് ലേണിംഗ് സ്റ്റേഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സബ്ജക്റ്റ് പഠനത്തിനപ്പുറം മാസ്റ്റർ ടോക്സ് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ നമുക്ക് നമ്മളെ കുട്ടികളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.